ഉണ്ടാക്കേണ്ട പറയല്ലോ. സൂപ്പർ. ഇങ്ങനെ സവാള അരിയുന്നു. രണ്ട് ടൈപ്പ് സവാള. അതൊരു ഭംഗിക്ക് 2 കളർ സവാള ഉണ്ട്. 2 കളർ സവാള എന്തിനാണ്? അങ്ങനെയല്ല. എണ്ണ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യൂ. ഇതന്നെ കുറച്ച. ഈ എണ്ണ ഒന്ന് ചൂടാവണം. എണ്ണ ചൂടായിട്ടേ ചെയ്യാം. അങ്ങനെ നമ്മൾ ചൂടായ ഇതിനകത്തോട്ട് ചൂടായില്ല. ചൂടായാത്തോണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ചൂടായതിനകത്തോട്ട് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യും. നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുന്നത് എന്തിനാണ്? പിന്നെ അല്ല ഒരു ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടേ. ഫുള്ളി സോട്ട് ചെയ്ത് വെച്ച അനിയനിലിട്ട് നമ്മൾ മസാല ഇടാൻ പോവുകയാണ്. അപ്പോൾ നേരുന്ന മസാലാസ് ഒന്ന് കൊറിയാണ്ടർ പൗഡർ 2 ടീസ്പൂൺ ഗരം മസാല 4 ടീസ്പൂൺ ചിക്കൻ മസാല. ഇന്നെനിക്ക് റെഡ് ചില്ലി പൗഡർ ഇടുന്ന ഇഷ്ടമല്ല. കളർ എനിക്ക് ചേഞ്ച് ആവാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. ഓക്കെ. സോ ഇതാണ് എൻ്റെ മസാലാസ്. ഈ മസാലാസിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ ബാക്കി സാധനങ്ങളായി. 3 ചോപ്ഡ് തക്കാളി. ചിക്കൻ. ചിക്കന്റെ കാലെന്ത് മഞ്ഞെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും എല്ലായിടത്തും. ചിക്കന്റെ കാലെന്ത് മഞ്ഞ കളറെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും. നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് റൈസ് ഇടാം. നമ്മൾ ഈ ബിരിയാണി ചേർക്കുന്ന സ്പെഷ്യൽ സാധനമാണ്. എന്താണ്? ട്രോപ്പിക്കൽ ഗോൾഡ് പൈനാപ്പിൾ ചങ്ക്സ്. നമുക്കിത് ദം ചെയ്യാം. എത്ര? ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്യാം. ഓക്കെ. ഈ ബിരിയാണി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ റൈസ് കുറവാണ്, ചിക്കൻ കൂടുതൽ. അതുപോലെ നമ്മൾ ബിരിയാണിയിൽ പൈനാപ്പിൾ ചങ്ക്സും. സോ ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഉണ്ടാക്കുന്ന പറയല്ലോ. അപ്പൊ എല്ലാരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യും.
ആഴമുള്ള നദിയെ കൊത്തിവെച്ച ശിലയെ മുത്തുവെച്ച മാലയെ ഒത്തിവെച്ച താരമേ കണ്ണടിച്ച് കൈപിടിച്ച് വാ വാ പൊന്മാനെ മാനേ